അങ്ങനെ ഒരുപാട് വാർത്തകൾ ചർച്ചയാകുന്ന നേരമാണ്. നന്ദൻ വളരെ വിശദമായി തന്നെ ഡൽഹിയിലെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അല്ലേ? രാഗിനി എങ്ങോട്ടാണ്? യെസ്, ഇനി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന്, അതായത് രാജ്യതലസ്ഥാനത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കാണ്. യെസ്, തലസ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ചന്ദനമരം മുറിച്ചതിൽ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതെ ദേവസ്വം ബോർഡ് ചന്ദനമരം കടത്തിയതായി റിപ്പോർട്ടുണ്ടായിട്ടും ബോർഡ് നടപടി എടുക്കുന്നതിൽ കാലതാമസം. വിഷയത്തിൽ വനംവകുപ്പ് കൂടി അന്വേഷണം ആരംഭിച്ചതോടുകൂടി ചന്ദനമരം മുറിച്ച കരാറുകാരനും നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനും കുരുക്ക് മുറുകും. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്യാമ, ഈ ചന്ദനമരം മുറിയിൽ ചില നിഗൂഢതകൾ ഒളിച്ചിരിപ്പുണ്ട്, ചില ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ചില പ്രതികരണങ്ങളടക്കം ജനം TV തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്തയാണ്. അതായത് ഇത് അറിയാതെ സംഭവിച്ചതല്ല, കൃത്യമായി ചന്ദനമരമാണ് എന്നറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ചന്ദനമരം മുറിയാണ് എന്നുള്ളത് ഒരു പ്രതികരണം നമുക്ക് ആ ഒരു പ്രദേശവാസിയുടേതായി പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കരാറുകാരനും ഉദ്യോഗസ്ഥനും കുരുക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണല്ലേ ശ്യാം? രാഗി, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ഇതിൽ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നടന്ന ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കരാറുകാർക്കെതിരെയും ഒപ്പം തന്നെ നിലവിലുള്ള ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്നെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ചന്ദനമരത്തിൻ്റെ സ്ഥിതിഗതികൾ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളെല്ലാം തന്നെ പരിശോധിക്കുകയും മരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചന്ദനമരത്തിൻ്റെ കാതൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മറ്റ് നടപടികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമായും കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ കമ്മീഷണർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ ഈ മരമുറിയിൽ ദുരൂഹതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നൽകിയത്. നമ്മൾ ഈ വാർത്തയടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം വരുമ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഭാഗത്തിലുള്ള വിശദീകരണമൊന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടുള്ള നടപടികളാണ് വനം വകുപ്പും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്നാൽ ആരോപണ വിധേയരായ ഈ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും ദേവസ്വം ബോർഡ് തുടർന്നുകൊണ്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പോലും നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. രാഖി, ശരി ശ്യാം, എന്തായാലും ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ചന്ദനമരം മുറിയിൽ ചില നിഗൂഢതകളുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കരാറുകാരനും നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥരും കുരുക്ക് മുറുകും എന്നുള്ളതാണ് ശ്യാം പ്രസാദ് തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് തൃശ്ശൂരേക്ക് പോകാം. ഈ തൃശ്ശൂർ ആന വലിയ രീതിയിൽ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് അതിരപ്പള്ളിയിൽ ആന കാട്ടാന കൂട്ടങ്ങളുടെ വലിയ രീതിയിലുള്ള ശല്യം തുടരുകയാണ്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് സ്ഥാനം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം അങ്കണവാടിക്ക് മുകളിലേക്ക് എണ്ണപ്പന മറിച്ചിട്ടു. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിലാണ് സംഭവം. ഫാക്ടറിക്ക് സമീപം അതിരപ്പള്ളി ഡിവിഷനിൽ ബ്ലോക്ക് 17 അങ്കണവാടിയുടെ മുകളിലേക്ക് ഈ ആന പന മറിച്ചിട്ടത്. അങ്കണവാടിക്ക് സമീപത്തെ സൗരോർജ്ജ വൈദ്യുതി വേലി തകർത്തുകൊണ്ടാണ് ആനയുടെ ഈ പരാക്രമം. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം.